നമ്മളൊരു മാർക്കറ്റിംഗ് ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു തുടക്കക്കാരെന്ന രീതിയിൽ വേണ്ടത് നമുക്ക് കൃത്യമായ ഒരു ഡാറ്റാ ബേസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഡാറ്റാ ബേസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളൊരു ഏറ്റവും സിമ്പിൾ കോൺസെപ്റ്റ് നമ്മളൊരു ഫാമിലി ട്രീ എന്നായിരുന്നു. അതായത് നമ്മുടെ കുടുംബം ഉണ്ടാവും. ഫാദറിൻ്റെ കുടുംബം ഉണ്ടാവും, മദറിൻ്റെ കുടുംബം ഉണ്ടാവും. അതായത് അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഓരോ വ്യക്തികളും ആരൊക്കെയാണെന്ന് പേരെഴുതുക. രണ്ട് വശത്തും അതുപോലെ തന്നെ ചെയ്യുക. അവരെന്തൊക്കെ ചെയ്യുന്നു, അവരേതെല്ലാം പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽ വെച്ചിട്ട് രണ്ട് വശത്തും നമ്മളൊരു മിനിമം ഒരു 100 ആളെ വെച്ചിട്ട് എഴുതുക. ആ 100 ആളെ വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 100 മേലോട്ട് പോകും. അപ്പോൾ നമുക്കൊരു ഡാറ്റ കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴികളാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത്ര ആളെടുത്തു, അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ആ ലിങ്ക് അനുസരിച്ച് മക്കളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത്, അങ്ങനെയൊക്കെ ലിങ്ക് വരുമ്പോൾ ഒരുപാട് പേരുടെ കോൺടാക്ട്സ് നമ്മൾ അങ്ങോട്ട് എത്തും. ഈവൻ നമ്മളൊരു കല്യാണം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് വിളിക്കുന്ന സമയത്ത് നമുക്ക് എത്രയോ ആളുകൾ നമ്മൾ ക്ഷണിക്കുന്നില്ലേ. അതൊക്കെ നമ്മളൊരു ഡാറ്റാ ബേസാക്കി മാറ്റുമ്പോൾ നമുക്ക് ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പേര്, അവരുടെ പ്രായം ഉണ്ടെങ്കിൽ പ്രായം എഴുതുക, പ്രസൻറ്റ് പൊസിഷൻ എന്താണെന്ന് എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, നിലവിൽ എന്താണ് ചെയ്യുന്നത്, ഏകദേശം ഏജ് മനസ്സിലാക്കി വെക്കുക, പേരെഴുതി വെക്കുക. ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ, അതുപോലെ നൈബേഴ്സ്, ഫ്രണ്ട്സ്, ഇങ്ങനെ വരുന്നവരെയൊക്കെ ഒരു മിനിമം ഒരു 100 കോൺടാക്ട്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാറ്റാ ബേസ് കൂട്ടാനായിട്ട് സാധിക്കും.